സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങളാണ്: ദൈവമേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടേക്ക് പോകണമെന്നറിയില്ല, ഏത് വഴിയിലേക്ക് തിരിയണമെന്നും എനിക്കറിയില്ല, ഞാൻ എന്തു ചെയ്യും എന്നതെല്ലാം. പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ നിരാശാജനകമായ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ഈ സമയം എന്ത് ഭാരമുള്ള കാര്യമാണ് നേരിടാനുള്ളത്? അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പ്രവാചകന്മാരുടെ ദൈവം ജീവിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരെ സഹായിക്കുവാനും നിങ്ങൾക്കൊരു നന്മയും കുറവ് വരുത്താനും ദൈവം അനുവദിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു പരാജയ സാഹചര്യത്തിലും പുനരുദ്ധാന ശക്തി നൽകുവാൻ ദൈവം കഴിവുള്ളവനാണ്. സൈന്യങ്ങളുടെ കർത്താവിൽ വിശ്വസിക്കൂ. യേശുവിൻ്റെ നാമത്തിൽ യാചിച്ചുകൊണ്ട് അവനെ സമീപിക്കുക. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളും കാണും. ഏറ്റവും പ്രധാനമായി അവനത് ചെയ്യാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെയും സാറയുടെയും ഉദാഹരണം പരിഗണിക്കുക. കുട്ടികളെ പ്രസവിക്കുവാനുള്ള കഴിവ് സംബന്ധിച്ച് അവർ ശാരീരികമായി മരിച്ചവരായിരുന്നു. എന്നാൽ ദൈവവചനം അവരിലേക്ക് വന്നപ്പോൾ വിശ്വാസം പകരപ്പെടുകയും അവരുടെ വാർദ്ധക്യകാല ശരീരങ്ങൾക്ക് കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്തു. അടുത്തതായി, സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിനായി മഹത്തായ ദർശനം ലഭിച്ച ജോസഫിനെ ഓർക്കുക. പ്രായോഗികമായി പറഞ്ഞാൽ, തൻ്റെ സഹോദരന്മാർ അവനെ അടിമത്തത്തിലേക്ക് വിറ്റ ദിവസം അവൻ്റെ സ്വപ്നം മരിച്ചു പോയതായി തോന്നിയിരിക്കാം. എന്നാൽ ദൈവം ആ തകർന്ന സ്വപ്നത്തെ എടുത്ത് വർഷങ്ങൾക്ക് ശേഷം അമാനുഷികമായി അതിനെ ജീവിപ്പിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ് താനെന്നൊരിക്കൽ കൂടി തെളിയിച്ചു. അസാധ്യവും പരിഹരിക്കാനാവാത്തതുമായി തോന്നുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. തകർന്ന സ്വപ്നങ്ങളെ എങ്ങനെ സ്വീകരിക്കാമെന്നും എങ്ങനെ പുനർജീവിപ്പിക്കാമെന്നും ദൈവത്തിനറിയാം. തകർന്ന പ്രതീക്ഷകളും വരണ്ട വിളികളെയും വാടിപ്പോയ കാഴ്ചകളെയും എങ്ങനെ സ്വീകരിക്കാമെന്നും വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്നും അവനറിയാം. മനുഷ്യർക്ക് അസാധ്യമായ സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് തൻ്റെ മഹത്വത്തിനായി അവയെ മാറ്റുന്നതിൽ വ്യക്തിത്വം നേടിയ ഒരു അത്ഭുതവാനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടം നല്ലതും പൂർണ്ണവുമായ ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുക എന്നതാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം അസാധ്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് നിരാശപ്പെടരുത്. ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിധിക്കപ്പുറമല്ല. നിങ്ങളോട് വിശ്വാസം പുലർത്തണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നന്നാക്കാൻ കഴിയാത്തതാണെന്ന് നിങ്ങൾ കരുതിയ മേഖലകളിലേക്ക് പുതുജീവൻ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, അഭിലാഷങ്ങൾ എന്നിവയെ ത്വരിതപ്പെടുത്താനും നിങ്ങളുടെ മനസ്സ്, ശരീരം, സാമ്പത്തികം, വിവാഹം, ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും നിങ്ങളെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ ദാതാവാണ്. മരിച്ച സ്വപ്നങ്ങളുടെ മഹാനായ ഉയർപ്പകനാണവൻ. നമ്മുടെ മഹാനായ വൈദ്യനും നമ്മുടെ മഹാനായ വീണ്ടെടുപ്പുകാരനും നമ്മെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവനുമാണ് നമ്മുടെ ദൈവം. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തനാണ്. ഏത് മരിച്ച സാഹചര്യത്തെയും അവന് മാറ്റാൻ കഴിയും. യിരെമ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളി, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ നിന്നെ അറിയിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിലെ സാധാരണ ആവശ്യങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും യേശുവിൻ്റെ സ്നേഹം നമ്മെ വേർതിരിക്കുന്നില്ല. ഈ അവസരത്തിൽ ബൈബിളിൽ നിന്നും ലാസറിനെക്കുറിച്ച് പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ജെറുസലേമിനടുത്തുള്ള ബെഥനി പട്ടണത്തിൽ താമസിക്കുന്ന ഒരു ലാസറിനെ യേശുവിൻ്റെ അനുയായിയായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നു. മാർത്തയും മറിയയും എന്ന സഹോദരിമാരുടെ സഹോദരനായിരുന്നു ഈ ലാസർ. ലാസർ രോഗിയാണെന്ന് സഹോദരിമാർ വേറൊരു പട്ടണത്തിലായിരുന്ന യേശുവിനെ അറിയിച്ചു. യേശു തൻ്റെ അനുയായികളോട് പറയുന്നു: ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നില്ല. ദൈവപുത്രൻ അതിലൂടെ മഹത്വപ്പെടേണ്ടതിനാണ്. ഉടൻ തന്നെ ബെഥനിയയിലേക്ക് പോകുന്നതിനു പകരം യേശു മനഃപൂർവ്വം 2 ദിവസം കൂടി താൻ എവിടെയാണോ അവിടെ തന്നെ തുടരുന്നു. പിന്നെ യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞു: നമ്മുടെ സുഹൃത്തായ ലാസർ ഉറങ്ങുകയാണ്.
ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അവർ തെറ്റിദ്ധരിച്ചപ്പോൾ യേശു വ്യക്തമാക്കുന്നത്, ലാസർ മരിച്ചു. നിങ്ങൾ നിമിത്തം ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കും. യേശു ബെഥനിയായിലെത്തിയപ്പോൾ ലാസർ മരിച്ചുപോയെന്നും 4 ദിവസമായി അവൻ്റെ കല്ലറയിൽ കിടക്കുന്നുവെന്നും അവൻ കാണുന്നു. ആദ്യം യേശു മാർത്തയെയും മറിയയെയും കാണുന്നു. തൻ്റെ സഹോദരനെ സുഖപ്പെടുത്താൻ എത്രയും വേഗം യേശു എത്താത്തതിൽ മാർത്ത വിലപിക്കുന്നു. വിലാപത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ യേശു കല്ലറയ്ക്കൽ വരുന്നു. കല്ലറയുടെ കല്ല് നീക്കാൻ യേശു ആവശ്യപ്പെടുന്നു. അവർ കല്ല് നീക്കം ചെയ്തു. യേശു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. തുടർന്ന് അവൻ ലാസറിനെ പുറത്തു വരുവാൻ വിളിക്കുന്നു. ലാസറെ, പുറത്തു വരൂ. കല്ലറയിൽ തുണികളാൽ പൊതിഞ്ഞു കിടന്നിരുന്ന ലാസർ പുറത്തു വന്നു. യേശു അവനെ പോകാൻ അനുവദിക്കുന്നു. ഈ രോഗം മരണത്തിലേക്കുള്ളതല്ല. യേശു ഇത് പറഞ്ഞപ്പോൾ ലാസർ മരിച്ചിരുന്നു. പക്ഷേ അന്തിമ ഫലം മരണമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് അവനറിയാമായിരുന്നു. ശ്രദ്ധിക്കുക, യേശു 2 ദിവസം കൂടി താമസിച്ചു. ഈ വലിയ ആവശ്യം യേശു ഉടനടി നിറവേറ്റിയില്ല എന്നത് വിചിത്രമായി തോന്നുന്നു. ഈ കാലതാമസം ശിഷ്യന്മാരെ അമ്പരിപ്പിക്കുകയും മറിയയ്ക്കും മാർത്തയ്ക്കും വേദനാജനകമാവുകയും ചെയ്തിരിക്കാം. യേശു മറിയയുടെയും മാർത്തയുടെയും ദുഃഖം ദീർഘിപ്പിച്ചു എന്ന് വ്യക്തമാണ്. അവർക്കു വേണ്ടിയുള്ള വേദനാജനകമായ ദുഃഖത്തിൻ്റെ 2 ദിവസങ്ങൾ കൂടിയായിരുന്നു ഇത്. എന്നിരുന്നാലും ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ യേശു മനഃപൂർവ്വം കാത്തിരുന്നത് അവൻ കല്ലറയിൽ കിടന്നിട്ടു 4 ദിവസം കഴിയാനാണ്. ഈ അധ്യായത്തിലെ സംഭവങ്ങളുടെ അവസാനം ദുഃഖം ആശ്വസിപ്പിക്കപ്പെട്ടു, ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു, കൂടുതൽ പേർ വിശ്വസിച്ചു. അതിനാൽ അവൻ്റെ ശക്തി കൂടുതൽ പൂർണ്ണമായി തെളിയിക്കുന്നതിനായി അവൻ പലപ്പോഴും നമ്മെ കൂടുതൽ അന്ധകാരത്തിലേക്കും വേദനയുടെ ആഴമേറിയ രഹസ്യങ്ങളിലേക്കും കടക്കാൻ അനുവദിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. രോഗവുമായി മനുഷ്യർ പിടിമുറുക്കുകയും പോരാടുകയും പലപ്പോഴും ജയിക്കുകയും ചെയ്തേക്കാം. എന്നാൽ മരണത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ നിസ്സഹായരാണ്. ലാസറിനെ ഉയർപ്പിക്കുമെന്ന് മാർത്തയ്ക്ക് ഉറപ്പില്ലായിരുന്നു. പകരം നിരാശയുണ്ടായിരുന്നിട്ടും താൻ ഇപ്പോഴും യേശുവിനെ വിശ്വസിക്കുമെന്ന് അവൾ പറഞ്ഞു. ഇത് വിശ്വാസത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രകടനമായിരുന്നു. ചില പ്രാർത്ഥനകൾ ചെറുതായിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു ദീർഘനിശ്വാസമാണ് നീണ്ട പ്രാർത്ഥനയേക്കാൾ നല്ലത്. കാരണം അവൻ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു നിത്യജീവൻ്റെ ഉറവിടമാണെന്ന് വിശ്വസിക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വന്തം സാഹചര്യം ലാസറിൻ്റെ അവസ്ഥയോളം തന്നെ ആയിരിക്കാം. എങ്കിലും മരിച്ചവനെ ഉയർപ്പിച്ച യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഏറ്റവും നല്ല സമയം ദൈവത്തിന് അറിയാമെന്ന് വിശ്വസിക്കുക. പിതാവേ, അങ്ങ് ഞങ്ങളുടെ ദാതാവും പുനഃസ്ഥാപകനുമാണെന്നതിൽ ഞാൻ നന്ദി പറയുന്നു. അങ്ങയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല. മരണത്തിൻ്റെ വക്കിലുള്ള എൻ്റെ ദർശനങ്ങളിലും സ്വപ്നങ്ങളിലും പുതുജീവൻ ശ്വസിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പുനരുദ്ധാനത്തിൻ്റെ മഹാശക്തിയാണ് അങ്ങ്. അങ്ങയുടെ പുനരുദ്ധാന ശക്തി കേൾക്കുന്നവരുടെ സാഹചര്യത്തിലേക്ക് വിടാനും അതിനെ മാറ്റിമറിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. സ്വാഭാവികമായി ഇത് അസാധ്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങയുടെ പക്കലെല്ലാം തികച്ചും സാധ്യമാണെന്ന് എനിക്കറിയാം. ആകയാൽ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ.